ഹായ് എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രൈ പാനിൽ വെച്ച് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ദിൽകുഷൊക്കെ പോലെയാണ് ചെയ്യുന്നത്, ഏതാണ്ട് അതുപോലെ കുറച്ച് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഫ്രൈ പാനിലായതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റിൽ താഴെ മതി നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. 1/2 കപ്പ് എന്ന് പറയുന്നത് 120 ml കപ്പിലാണ്. പിന്നെ ഈ ഒരു അളവിൽ നമുക്ക് 3 ബണ്ണാണ് തയ്യാറാക്കി എടുക്കാൻ പറ്റുക. അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബണ്ണിന് ചെറുതായിട്ടൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ച് ചേർക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈസ്റ്റും മൈദയൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു ഇളം ചൂടുവെള്ളം ചേർത്തിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല തിളച്ച വെള്ളം വേണ്ട, ചെറുതായിട്ടൊരു ചൂടുള്ള വെള്ളം മതി. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാക്കി കുഴച്ചെടുക്കണം. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ കുറച്ച് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മതി. കാരണം നമ്മളിത് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പോവാണ്. അപ്പോൾ ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഇതൊരു ചൂടുള്ള സ്ഥലത്തൊക്കെ ഒരു 2 മണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ടോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നട്ട്സും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ദിൽകുഷിനൊക്കെ ചെയ്യുന്ന പോലത്തെ ആ ഒരു ഫില്ലിങ് പോലെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഏലക്ക പൊടിച്ചതൊക്കെ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ മാവ് കണ്ടില്ലേ, 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഡബിളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല പൊങ്ങി വരണം നമ്മുടെ മാവ്. അപ്പോഴാണ് ബൺ നന്നായിട്ട് കിട്ടുക. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ടിത് നമുക്ക് ബോളാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. നമുക്ക് 1/2 കപ്പ് മൈദയ്ക്ക് 3 എണ്ണമാണ് തയ്യാറാക്കി എടുക്കാൻ പറ്റുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ പരത്തുമ്പോൾ നമുക്കുള്ളിൽ ആ ഫില്ലിങ് വെക്കുന്ന ആ ഒരു രീതിയിൽ കുറച്ച് നീളത്തിൽ പരത്തുക. പിന്നെ അധികം അങ്ങ് കട്ടി കൂട്ടി പരത്തണ്ട, എന്നാൽ ഒട്ടും കട്ടി ഇല്ലാതെയും പരത്തണ്ട. ഒരു കുറച്ച് കട്ടിയിൽ പരത്തിയെടുത്താൽ മതി. കാര്യം അധികം കട്ടി കൂട്ടി പരത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രൈ പാനിൽ വെച്ചിട്ടല്ലേ നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വെന്ത് വരില്ല ഉള്ളിൽ. അപ്പോൾ എന്നിട്ട് ഇതുപോലെ പരത്തിയതിന് ശേഷം ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കുക. അതിൻ്റെ സൈഡൊക്കെ അങ്ങ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സൈഡൊക്കെ നന്നായിട്ട് ഒട്ടിക്കിട്ടും. അതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. നമ്മുടെ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം പരത്തിയിട്ട് ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ പരത്തുമ്പോൾ കട്ടി മാത്രം ശ്രദ്ധിക്കുക, അധികം കട്ടി കൂട്ടണ്ട. ഒരു നോർമലായിട്ട് കുറച്ചൊരു കട്ടിയിൽ മാത്രം പരത്തിയെടുത്താൽ മതി. ഇതുപോലെ ഫില്ലിംഗ് വെച്ചിട്ട് നമുക്ക് എല്ലാ ബണ്ണും ഇതുപോലെ കവർ ചെയ്തെടുക്കാം. ഇത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഇതുപോലെ ഞാൻ 3 ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മളിതൊരു 10-15 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെക്കണം. അപ്പോൾ ഇതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പം നമ്മൾ ഇതുപോലെ ഒരു പാനിലാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പാനിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇങ്ങനെ അല്ലാതെ വെറുതെ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ രീതിയിൽ ഞാനിപ്പോൾ കാണിക്കാം. പാനിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ ബൺ വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഫ്ലെയിം എപ്പോഴും നല്ല ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം പെട്ടെന്ന് കരിഞ്ഞു പോവും അല്ലെങ്കിൽ പുറമേ. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വരെയാണ് നമ്മൾ വേവിച്ചിട്ടെടുക്കേണ്ടത്. 5 മിനിറ്റിന് മുന്നേ തന്നെ ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ. കാര്യം അത് വ്യത്യാസം വരും സ്റ്റൗവിൻ്റെ ഒക്കെ അനുസരിച്ച്. അപ്പോൾ 5 മിനിറ്റിന് മുന്നേ ഒന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് ഇതുപോലെ ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ നമുക്കിത് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക.
പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ ഇതാവുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് ഇത് വേവുന്ന ആ ഒരു മണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ ബൺ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ വെറുതെ പാനിൽ എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ ഒന്നും വെക്കുന്നില്ലെങ്കിൽ ഇതുപോലെ പാനിൽ വെറുതെ വെച്ച് കൊടുത്താലും മതി. ഇങ്ങനെയും ചെയ്ത് നോക്കിയാൽ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും. പിന്നെ ഇപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് ക്രീമാണ് വെച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രീം ആവുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. നമ്മുടെ ഇപ്പോൾ മറ്റേ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കുമല്ലോ, അതുപോലെ ഉണ്ടാവില്ല. ക്രീം ആവുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്കിതുപോലെ കിട്ടും. അപ്പോൾ ഇങ്ങനെ വെച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ ബണ്ണായി കിട്ടും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു 5 മിനിറ്റിന് മുന്നേയൊക്കെ തുറന്ന് നോക്കി നമ്മളിതുപോലെ മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാ നമ്മുടെ ബണ്ണൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബണ്ണാണ്. ഞാനതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണുമാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ പാനിലായതുകൊണ്ട് ഒട്ടും തന്നെ ടൈമും ഇല്ല, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്